ഫ്രണ്ട്സിന് തീർച്ചയായും ഒരു സാമൂഹ്യ പ്രതിബദ്ധത. നമ്മുടെ സമൂഹത്തിന് അടുത്ത നാളുകളിലായി കൊണ്ടുവരുന്ന പ്രവണതകൾ മുന്നോരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ, ലഹരിക്കടിമപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ലഹരിയുടെ കടത്തുകൾ, ഒരു വയലൻസ് സിനിമകളിൽ കാണുന്നതിനേക്കാൾ അപ്പുറമുള്ള ക്രൈമുകളാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ നടന്നു വരുന്നത്. ഇത്തരം പ്രവണതകളൊക്കെ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. പോലീസ് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ശ്രമിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ ഇതിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ കണ്ടുവരുന്ന പല സംഭവങ്ങളിലും നീറ്റ്, IIT, JEE എന്നീ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടിയിട്ടുള്ള പല വിദ്യാർത്ഥിനികളും അവരുടെ പഠന കാലയളവിൽ എവിടെയൊക്കെയോ താളം വെച്ച് ഒന്നുമല്ലാതായി പോകുന്ന കാഴ്ചകൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. പ്രൊഫഷണൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയുടെ ഒരു കടന്നുവരവ് വളരെയധികം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നത് തികച്ചും ശ്ലാഘനീയമാണ്. KSP പോലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത് വളരെ വലിയ ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമരം ചെയ്യുകയും ബസ്സിന് പ്രിയനായ ജോജി യുദ്ധഫണ്ടിന്റെയും KSCMന്റെയും ബഹുമാനായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാട്ടുകാർ, എന്നും കാലത്തിനൊപ്പം അല്ലെങ്കിൽ അതിന് മുന്നേ സഞ്ചരിക്കുന്ന ഒരു സംഘടനയാണ് യൂത്ത് ഫണ്ട്. ആ യൂത്ത് ഫണ്ട് ഇത്ര വലിയൊരു ദൗത്യം ഏറ്റെടുത്തതിന് യൂത്ത് ഫണ്ടിനും KSCMന്റെയും ഭാരവാഹികളെ ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. തികച്ചും നമ്മുടെ കേരളത്തിലെ യുവജന സംഘടനകളെല്ലാം ഈ സംരംഭം ഏറ്റെടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ പ്രവർത്തകരുടെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഓരോ കുടുംബങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നത് രാഷ്ട്രീയക്കാർക്കാണ്. അവിടുത്തെ പൾസ് കൃത്യമായിട്ട് അറിയാവുന്നത് രാഷ്ട്രീയക്കാർക്ക്. അപ്പം ഈ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു പിന്തുണയോടുകൂടി മാത്രമേ, പൊതുജനങ്ങളുടെ പിന്തുണയോടുകൂടി മാത്രമേ നമുക്ക് ഈ ലഹരിയിലെ അടിമത്തം നമ്മുടെ സമൂഹത്തിൽ നിന്നും വലിച്ചെറിയാൻ കഴിയുള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ശ്രമിച്ചാൽ അത് പൂർണ്ണമായില്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും പൂർണ്ണമായി പിന്തുണയോടെ ഞാൻ ഈ സാഹചര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ ഫെബ്രുവരി മാസം മാത്രം 200 കേസുകളാണ് കോട്ടയം ജില്ലയിൽ എടുത്തത്.